ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ആലോചിക്കുന്നുണ്ട് പാരൻറ്റിങ് വീഡിയോ ചെയ്താലോ എന്ന്. അപ്പോൾ കുറേ മുന്നേ റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ ഉള്ളത് കൊണ്ട് ഞാനങ്ങനെ പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നാളായിട്ട് ഞാൻ തന്നെ നമുക്ക് നമ്മുടെ അനുഭവമുണ്ട്. ഞാനും ഒരു 23 വർഷം അല്ലെങ്കിൽ ഒരു 21 വർഷമായിട്ട് ഒരു പാരൻ്റാണല്ലോ. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. അല്ലാണ്ട് ഞാൻ അത്ര വലിയ അറിവുള്ള ഒരാളോ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളും അങ്ങനെ അത്രയ്ക്ക് മാത്രം സംസാരിക്കാനാണ് കേട്ടോ വന്നത്. പ്രൊഫഷണലായിട്ട് സംസാരിക്കാൻ ഒരു സൈക്കോളജിസ്റ്റോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബുക്ക് എഴുതുന്ന അങ്ങനെയൊന്നുമല്ല. സാധാരണ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എങ്ങനെ പറയണം തോന്നി. അപ്പോൾ അതുകൊണ്ട് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇന്നാൾ പറയണം തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പാലക്കാട് ഒരു കുട്ടി ടീച്ചറിനെ മാഷിനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ വന്നില്ല. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ കുട്ടി കുറുമ്പ് കാണിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അവന് അത് പറഞ്ഞ് മനസ്സിലാക്കണം, ശരിയാണ്. പക്ഷെ അതൊരു വീഡിയോ എടുത്ത് ഇത്ര പബ്ലിക്കാക്കി ഇട്ടപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി. ഇനി മറ്റുള്ളവർക്ക് ഇതിൽ കമൻറ്റ് കാണുന്നവർ അതിനെക്കുറിച്ച് അഭിപ്രായം പറയണം. അതിൻ്റെ കമൻറ്റിൻ്റെ ഇടയിൽ, ആ വീഡിയോയുടെ കമൻറ്റിൻ്റെ ഇടയിൽ ആ കുട്ടീനെ എന്തൊക്കെയോ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പം എനിക്ക് അങ്ങനെ പറയുന്ന കേട്ടപ്പോൾ അവരുടെ വീട്ടിലെ അവസ്ഥയൊന്നും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആർക്കും അറിയില്ല. അവരുടെ വീട്ടിലെ അവസ്ഥ എന്തിട്ടാണോ, ആ കുട്ടി വളരുന്ന സാഹചര്യം എന്തിട്ടാണെന്നും ഒന്നും നമുക്കറിയില്ല. നമ്മൾ ജസ്റ്റ് ആ വീഡിയോ അവർ പുറത്തുകൂടെ മാത്രമല്ല കണ്ടോളൂ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആ കുട്ടിയുടെ സാഹചര്യം അറിഞ്ഞാൽ മാത്രമാണ് എന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. അവൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാവാം അങ്ങനെ ആക്കി തീർത്തത് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പുറമേ നിന്ന് കാണുമ്പോൾ നല്ല രീതിയിൽ വളർത്തണ, അതായത് നല്ല രീതിയിൽ പോണ കുടുംബങ്ങളിലായിരിക്കും ചിലപ്പോൾ കുട്ടികളുടെ മോശം സ്വഭാവമായിട്ട് വരിക. അപ്പോൾ കുറേ പൈസയും അച്ഛനമ്മമാർക്ക് നല്ല സ്റ്റാറ്റസ് അല്ലെങ്കിൽ നല്ല ജോലി, നല്ല ബിസിനസ് ഇതൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരുടെ മക്കൾ നല്ല സ്വഭാവം ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യണം കേട്ടോ. നമുക്ക് സമയമുള്ളപ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു ജോലിയല്ല പാരൻറ്റിങ്. നമുക്ക് എത്ര സമയമില്ലെങ്കിലും അവർ നമ്മുടെ അടുത്തേക്ക് വരികയെന്ന് വെച്ചാൽ ഒരു മിനിമം 5 മിനിറ്റെങ്കിലും നമ്മളെപ്പോഴും അവരുടെ അടുത്ത് ഇരിക്കുന്ന ടൈം, കുറേ ടൈം നമുക്ക് ഇരിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ വളർത്തണമല്ലോ. നമുക്ക് പൈസ ഉണ്ടാക്കണം, മറ്റുള്ള കാര്യങ്ങൾ, സൗകര്യങ്ങൾ, നമ്മൾ അവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഓടുകയായിരിക്കും. പക്ഷെ അവർ അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ആഗ്രഹിക്കാം. അവർ ചെറിയ ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് കേട്ടോ പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് അമ്മയോടോ അച്ഛനോടോ പറയാനുണ്ടായിരിക്കും. പണ്ടത്തെ അച്ഛനമ്മമാരെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ അച്ഛനമ്മമാർ കൂടുതൽ മക്കളോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയത് തന്നെയാണ് നമുക്ക് അവരുടെ കാര്യങ്ങൾ നമ്മളോട് പറയുള്ളൂ. അപ്പോൾ അവർക്ക് എന്തൊരു പ്രശ്നം, ഒരു ചെറിയൊരു പ്രശ്നമായാൽ കൂടി അത് നമ്മളോട് പറയണ രീതിയിൽ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആക്കി എടുക്കണം കേട്ടോ. കുറച്ച് പൈസ ചിലവാക്കിയാൽ അച്ഛനമ്മേനെ ചീത്ത പറയുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പൊട്ടിച്ചാൽ ചീത്ത പറയുമോ, അല്ലെങ്കിൽ ഞാൻ പോരുമ്പോൾ എൻ്റെ കയ്യിലുള്ളതിന് എന്തെങ്കിലും പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചാൽ ചീത്ത പറയുമോ, ഇങ്ങനെയൊക്കെ അങ്ങനെ അത് ഒളിച്ച് കഴിക്കേണ്ട ഒരവസ്ഥ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അപ്പോൾ അവർക്ക് എനിക്കൊന്ന് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം തോന്നി, അപ്പോൾ അവരെല്ലാം അന്ന് പൈസയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു, അല്ലെങ്കിൽ പിറ്റേ ദിവസം അവർ നമ്മളോട് ചോദിച്ചു. ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ അവരുടേതായ അങ്ങനത്തെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞൊരു സ്ഥലത്തേക്ക് ടൂർ പോകണം, ഇന്ന് അവർക്കൊരു സിനിമയ്ക്ക് പോകണം എന്ന് നമ്മൾ പറഞ്ഞ ഫ്രണ്ട്സിനോടൊപ്പം പോകണമെന്ന് പറഞ്ഞാൽ അവരെ വിടുക. അവർക്ക് തോന്നണം അവരെ നമ്മൾ പറത്തി അങ്ങോട്ട് വിട്ടേക്കാണെന്ന് തോന്നണം. പക്ഷേ നമ്മുടെ കയ്യിൽ ആ ചരട് വേണം കേട്ടോ, പട്ടം പറത്തണ പോലെ. അപ്പോൾ ആ ചരട് ഉണ്ടാവാൻ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അവരോട് ഫ്രണ്ട്ഷിപ്പായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. അല്ലാണ്ട് വേറെ നമുക്ക് സ്ട്രിക്റ്റായിട്ട് ഇന്ന് നീ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, കൃത്യസമയത്ത് വീട്ടിൽ വരണം, ഒരു 5 മിനിറ്റ് വൈകിയ എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ വൈകിയത് കൊണ്ട് നമ്മൾ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാണ്, നമ്മൾ വിഷമം കൊണ്ട് അല്ലെങ്കിൽ അവരെ കാണാത്തതുകൊണ്ടുള്ള സങ്കടം കൊണ്ടാണ് ചോദിക്കേണ്ടതെന്ന് കാണണം, ചോദിക്കേണ്ടതെന്നാണ് അവർ വിചാരിക്കേണ്ടത്. അല്ലാണ്ട് അവരെ നിയന്ത്രിക്കാൻ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ അവർക്ക് തോന്നരുത്. ആ ഒരു വിധത്തിൽ വേണം നമ്മളെപ്പോഴും അവരെ നിയന്ത്രിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മളെപ്പോഴും ഫ്രണ്ട്ലി ആയിരുന്ന് എത്ര നന്നായിട്ട് വളർത്തിയാലും ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ 2 മക്കളും 2 സ്വഭാവമാണ്. ഒരാളെന്ന് വെച്ചാൽ ഭയങ്കര ശാന്ത സ്വഭാവം, ഒരാൾ ഭയങ്കര ടെററാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ നമ്മളൊന്ന് തിരിച്ചങ്ങോട്ട് ദേഷ്യപ്പെട്ട, അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ ഇത്തിരി ഒരു സ്ട്രോങ് ആയ പെട്ടെന്ന് അങ്ങോട്ട് പാവായി മാറും. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലൊക്കെ എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത്
ശ്രീകുട്ടനെ വളർത്തുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു. എന്നുവെച്ചാൽ കഥകൾ പറഞ്ഞു കൊടുത്താൽ അവൻ അവിടെ ഇരുന്നോളും. ഞാൻ നന്നായിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കും. എല്ലാതും അങ്ങനെയായിരുന്നു. പക്ഷേ ആദ്യത്തിനെ സംബന്ധിച്ച് വന്നപ്പോൾ അവന് അസുഖമായി എൻ്റെ കയ്യിൽ കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഉള്ളിൽ. അപ്പോൾ ഈ ടെൻഷൻ വെച്ചിട്ട് എനിക്ക് അവനോട് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കഥകൾ കുറേ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ ആ ഒരു കുറവായിരുന്നിരിക്കാം അവന് ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നതും അങ്ങനെയൊക്കെ. ശ്രീകുട്ടൻ ചെറുപ്പത്തിൽ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ നിരത്തി അത് എന്തെന്നാ പറയുക, കുറേ വണ്ടികൾ അവൻ്റെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒന്നും കേടായി പോവില്ല, കേടാക്കില്ല, അതായിരുന്നു. പക്ഷേ ആദിത്യൻ അങ്ങനെയല്ല. ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അത് തല്ലിപ്പൊളിച്ച് അതിനുള്ളിൽ എന്തിട്ടാന്ന് അറിഞ്ഞാലാണ് അവന് സമാധാനം കിട്ടുമായിരുന്നുള്ളൂ. അപ്പം ചെറുപ്പത്തിലൊരു ഇത്തിരി വലിയൊരു കാറ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 2 വയസ്സോ 1.5 വയസ്സോ ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വിറകിങ്ങനെ എടുത്തുകൊണ്ട് വരും. ഞാനിതൊരു കഥ പോലെ പറയണമെന്നുള്ളൂ കേട്ടോ. വിറകിങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് തല്ലി പൊളിക്കാനായിട്ട്. അപ്പം ഞാൻ 2 പ്രാവശ്യം കണ്ടു. തല്ലി പൊളിക്കല്ലേ, മോൻ കളിക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞു. പിന്നെ അവൻ എപ്പോഴോ അത് തല്ലി പൊളിച്ചു. പിന്നെ എപ്പോഴും പക്ഷേ അത് അവന് ഭയങ്കര ഓർമ്മയാത്രേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ലൈറ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട്, പുറത്തേക്ക് ലൈറ്റ് കത്തുണ്ടല്ലോ, അപ്പോൾ ഉള്ളിൽ കുറേ ലൈറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുക്കാനായിട്ടായിരുന്നു അവൻ തല്ലി പൊളിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ എന്നിട്ട് ഏതോ കളിപ്പാട്ടം കൊടുത്താലും കുട്ടി തല്ലി പൊളിക്കണം, അങ്ങനെയല്ലേ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അവൻ്റെ മനസ്സിൽ അതല്ല, അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. അത് കാണാനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണ് അവൻ മോശം വിചാരിച്ച് കാറ് അച്ഛൻ മേടിച്ചുകൊണ്ട് തരുന്ന സാധനങ്ങൾ തല്ലി പൊളിച്ച് കളയാൻ വേണ്ടിയിട്ടല്ല അവർ ചെയ്തിരുന്നത്. അതിനുള്ളിൽ എന്തൊക്കെയോ ഉണ്ട്, അതെനിക്ക് കാണണം, അതല്ലെങ്കിൽ ഇത് എടുക്കണം, അതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അത് ചെയ്തിരുന്നത്. അപ്പോൾ അതേപോലെ കുട്ടികളെ എന്തായാലും നമ്മൾ വലിയവരമാതിരി പെരുമാറില്ല. കുട്ടികളായിട്ട് തന്നെയേ പെരുമാറുള്ളൂ. എടുത്ത സാധനം എപ്പോഴും എടുത്തോടത്ത് വെച്ചു എന്ന് വരില്ല. നമുക്ക് ഓരോ പ്രാവശ്യം പറഞ്ഞു കൊടുക്കാം. അപ്പോൾ 4 പ്രാവശ്യം പറയുമ്പോൾ അവർ പിന്നെ അമ്മ പറയുന്നതല്ലേ അല്ലെങ്കിൽ അച്ഛൻ പറയുന്നതല്ലേ എന്ന് വിചാരിച്ച് അവർ അത് അനുസരിച്ചോളും. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അവരുടെ എന്ത് കാര്യം നമ്മളോട് പറയും. അപ്പോൾ അവർ എന്ത് വിഷമം ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ സംഘടനയിലൊക്കെ നമ്മളോട് പറയും. അപ്പോൾ ഫ്രണ്ട്ഷിപ്പായിട്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്കെപ്പോഴും കുറേ ടൈം കിട്ടിയില്ലെങ്കിലും കുറച്ച് സമയമായാലും അവരുടെ അടുത്ത് കൂടെ അത് സ്പെൻഡ് ചെയ്യുക. അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും അത് ശ്രദ്ധയോടെ കേൾക്കുക. അതിന് അവരുടെ കൂടെ സന്തോഷിക്കുകയാണെങ്കിലും സങ്കടപ്പെടുകയാണെങ്കിലും ഒക്കെ കൂടെ നിൽക്കുക. പിന്നെ അതുപോലെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അവരുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് വന്നു എന്ന് വിചാരിക്കാം, നമ്മളത് പെട്ടെന്നൊരു പണിഷ്മെൻറ്റ് കൊടുക്കാണ്ട് ചെറിയ രീതിയിൽ നമുക്കൊരു വഴക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല ചെറുപ്രായത്തിലാണെങ്കിൽ. പക്ഷേ നമ്മളൊരു 5 വയസ്സ് വരെ നമ്മൾ വളർത്തേണ്ട രീതിയല്ല, പിന്നെ 10 വയസ്സ് വരെ, പിന്നെ അവിടെ നിന്ന് 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയിടത്തോളം 15 വയസ്സ് തുടങ്ങി 25 വയസ്സ് വരെ നമ്മൾ നല്ല ആ ഒരു സമയത്തുണ്ടല്ലോ, അവരുടെ ഒരു തെറ്റിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലുള്ള സമയങ്ങളാണ് ആ ഒരു ടൈം. അപ്പം നമ്മൾ അവരുടെ ഫ്രണ്ട്സായിട്ടിരിക്കുക. അവർക്ക് പറ്റണ ചെറിയ ചെറിയ തെറ്റുകൾ അവരെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞ് ഷൗട്ട് ചെയ്യാണ്ട്, ചെറുതായിട്ടൊക്കെ വേണമെങ്കിൽ ഷൗട്ട് ചെയ്യാം. പക്ഷേ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടി ചെയ്യാതിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുക, ഷൗട്ട് ചെയ്യരുത് പരമാവധി. പക്ഷെ എനിക്ക് അപ്പം തന്നെ അങ്ങനെ പറ്റാറില്ല. വല്ലാണ്ട് ഞാൻ പറയാറില്ല. അപ്പം ഫസ്റ്റ് ട്രിപ്പ് ഞാൻ ചിലപ്പോൾ വഴക്ക് പറയും. മാർക്ക് കുറഞ്ഞാൾക്ക് ഫസ്റ്റ് ട്രിപ്പ് ഞാൻ വഴക്ക് പറയും. എന്താ വെച്ചാൽ ഒരാൾക്ക് ഇവർക്ക് വഴക്ക് പറഞ്ഞാലാണ് അവർ ഇങ്ങോട്ട് പറയാനോട് മാർക്കൊക്കെ കുറഞ്ഞാമെന്ന് വഴക്ക് പറഞ്ഞോളോ, അപ്പോഴാണ് ഞങ്ങൾക്ക് അത് അടുത്ത പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരികയെന്ന് അവർ തന്നെ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞ് ഇപ്പം ഞാൻ ആ ഒരു കാര്യത്തിന് ഞാൻ അവരെ വഴക്ക് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവരെ വഴക്ക് പറയാറുണ്ട് കേട്ടോ. പിന്നെ പക്ഷേ വഴക്ക് പറയാറുണ്ടെങ്കിലും അത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവരുടെ അടുത്ത് ചെന്ന് കുറേ നേരം ഇരുന്ന് സംസാരിച്ച്, പിന്നെ എനിക്ക് വന്നിട്ടുള്ള അനുഭവങ്ങൾ ഞാൻ കുറച്ചവരായപ്പോൾ തുടങ്ങി എനിക്ക് ചെറുപ്പത്തിലേ തുടങ്ങിയുള്ള എനിക്കുണ്ടായ അനുഭവങ്ങൾ, നമ്മൾ ചുറ്റും നടക്കുന്ന ഓരോരുത്തരുടെയും അനുഭവങ്ങൾ, അതൊക്കെ ഞാൻ വന്നവരോട് നന്നായിട്ട് സംസാരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റണില്ല, കുറേശ്ശേ പറ്റണുള്ളൂ. ഇപ്പോൾ അവർക്ക് കുറച്ചും കൂടി അറിവായില്ലോ. പക്ഷേ അവർ ആ കേൾക്കണ ഒരു ടൈമുണ്ട്, ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 വരെ നമ്മൾ എന്ത് പറഞ്ഞാലും അവരിന്ന് കേൾക്കും. ഒരു കഥ കേൾക്കണ പോലെ അവർ കേൾക്കും. അത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവർക്ക് വരും. അപ്പോൾ അതുവരെ നമ്മുടെ ചെറുപ്പത്തിലെ തുടങ്ങിയുള്ള അനുഭവങ്ങൾ പറയാം, നമ്മുടെ അമ്മമാർ നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ പറയാം. ഇപ്പോഴത്തെയും കാലം തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിലും കുറേയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതേപോലെ നമുക്കിപ്പോൾ ഓഫീസിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളും അത് പരിഹരിച്ച രീതിയും ഒക്കെ നമുക്ക് പറയാൻ പറ്റും.
അങ്ങനെ എല്ലാതും പറയാം. ഒരു +2 വരെ, ചിലപ്പോൾ ഡിഗ്രി വരെ പറയാൻ പറ്റുമായിരിക്കും. ശ്രീകുട്ടനെ സംബന്ധിച്ച് ഏറെക്കുറെ എനിക്ക് ഡിഗ്രി വരെ പറയാൻ പറ്റി. പക്ഷേ ആദ്യത്തിന് ഇപ്പോൾ +2 വരെ പറയാൻ പറ്റുന്നുള്ളൂ. അപ്പോഴേക്കും അവന് എന്നെക്കാളും അറിവാവണ പോലെ ഒരു അപ്പം ഞാൻ പിന്നെ അത് നിർത്തും. എന്ന് വെച്ചാൽ ഒരു തമാശയായിട്ട് എടുക്കും. അപ്പം അത് വേണ്ട. അപ്പോൾ അവർ സീരിയസ് ആയിട്ട് എടുക്കണ വരെ നമ്മളത് പറഞ്ഞു കൊടുക്കാം കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ, തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിലൊരു തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ തെറ്റ് പറ്റിപ്പോയി, തെറ്റ് പറ്റി, അമ്മ എനിക്ക് ഇങ്ങനെ പറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാരില്ല, അത് പൊക്കോട്ടെ. അല്ലെങ്കിൽ എൻ്റെ പരീക്ഷയിൽ എനിക്ക് ഇത്തിരി മാർക്ക് കുറഞ്ഞമ്മ ഞാൻ വിചാരിച്ചേക്കാളും മാർക്ക് കുറഞ്ഞു, അത് ഒന്നുകൂടി ഒന്ന് എഴുതണം എന്ന് പറഞ്ഞാൽ എന്ത് ഫസ്റ്റ് നന്നായിട്ട് എഴുതാറുന്നേ, എന്ത് നല്ല മാർക്ക് വാങ്ങിക്കായിരുന്നേ എന്ന് ചോദിച്ച് വഴക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞില്ലേ, കഴിഞ്ഞ കാര്യമല്ലേ, സാരില്ല, ഇനി രണ്ടാമത് അത് എഴുതി നോക്കാം, മാർക്ക് കൂടുതൽ കിട്ടുമോ നോക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞ് വന്നവർ പറയണ് ഇന്നത്തെ പരീക്ഷ എക്സാം, ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുന്നു മാത്രട്ടാ, ഏത് കാര്യത്തിലും ഇങ്ങനെ തന്നെ. എനിക്ക് ഇന്നത്തെ എക്സാം ഒരു സുഖം ഉണ്ടായില്ല, അമ്മ തീരെ പറ്റണില്ല, നാളത്തെ എക്സാമിന് പഠിക്കാൻ സുഖമില്ല എന്നൊക്കെ ചിലപ്പോൾ അവർ പറയും. അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യം അത് കഴിഞ്ഞില്ലേ, കഴിഞ്ഞു പോയ കാര്യം കഴിഞ്ഞു, അതിനെപ്പറ്റി ഇനി ചിന്തിക്കേണ്ട. എന്ന് വെച്ചാൽ അത് കഴിയണ വരെ നമ്മൾ പരിശ്രമിച്ചു, ഇനി അതിൻ്റെ റിസൾട്ട് മാത്രമാണ് നമ്മൾ കാക്കാൻ നമുക്ക് നിവൃത്തിയുള്ളൂ. വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് എഴുതാമല്ലേ ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളിലൊക്കെ. അപ്പോൾ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എഴുതാം. ഇനി നാളത്തെ എക്സാം അതിനേക്കാളും മാർക്ക് മേടിക്കാൻ, നാളെ ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അത്. പിന്നെയും കുറേ ഈ ഒരു സമയത്ത് കുറേ ഉദാഹരണങ്ങളുണ്ട് കേട്ടോ. അപ്പം അതങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അതിൽ നിന്ന് പഠിക്കാൻ എന്താണ് പഠിക്കേണ്ടത് അതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് അവിടെ ഒരിക്കലും വഴക്ക് ഉണ്ടാക്കരുത്. അതിൽ നിന്ന് എന്താണോ ഒരു ഇത് കിട്ടണേ അത് പഠിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ അവർ 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ നേരം വെളുത്തൊന്ന് എഴുന്നേറ്റ് വരുമ്പോഴോ അവരുടെ ഒരു പിറന്നാൾ ദിവസമോ ഒക്കെ ഒന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മൊക്കെ കൊടുക്കണോണ്ട് എത്ര വലുതായാലും ഒരു വിരോധവും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ അതൊക്കെ അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഞാൻ CMSൽ വെച്ചിട്ട് മീറ്റിങ്ങിന് പോയപ്പോൾ 10ാം ക്ലാസ്സിലായിരുന്നു കേട്ടോ അന്ന് ശ്രീകുട്ടൻ. മീറ്റിങ്ങിന് പോയപ്പോൾ മാഷ് ക്ലാസ് എടുക്കണതിൻ്റെ ഇടയിൽ പറഞ്ഞു, പെൺകുട്ടികൾ വലിയ കുട്ടികളാകുമ്പോൾ നമ്മൾ സാധാരണ അമ്മമാർ അച്ഛനായാലും ഒക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും, ഭയങ്കര കെയറിങ് കൊടുക്കും, അവരുടെ ഫുഡിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും, അവരുടെ ഡ്രസ്സിങ്ങിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും, അവരെങ്ങനെയെങ്കിലും പോകുമ്പോൾ അവരെ നന്നായിട്ട് കെയർ ചെയ്യും നമ്മൾ. ആൺപിള്ളേർക്ക് അത് വേണ്ടാന്നൊരു തോന്നലുണ്ട്, പക്ഷെ അത് വേണം കേട്ടോ. പെൺകുട്ടികൾക്ക് അധികം വേണമെന്നാണ് എനിക്ക് പല സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ പെൺകുട്ടികൾ പലപ്പോഴും കുറേ കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കും, ആൺകുട്ടികൾ ഇത്തിരി കുറച്ച് അത്രയ്ക്ക് അങ്ങോട്ട് തുറന്ന് സംസാരിക്കൽ കുറവായിരിക്കും. അപ്പോൾ അവർ ആ തുറന്ന് സംസാരിക്കണം. അവർക്ക് ആ ഒരു സമയത്ത് എന്തെങ്കിലും വിഷമങ്ങളോ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം, അവരെ നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ. അവരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലും ഫുഡിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ വേണം. ഞാൻ എൻ്റെ അമ്മ മരിച്ചിട്ട് വീട്ടിൽ പോയി, അമ്മ മരിച്ചിട്ടെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ തുടങ്ങി. ഞാനൊരു 5 ദിവസം മുന്നേ തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, തീരെ വയ്യാണ്ടായപ്പം. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഏകദേശം 15 ദിവസം 17 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലേക്ക് എത്തിയത്. അവിടെ നിന്നൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടൻ എന്നെ വിളിച്ചിട്ട് കുറേ സങ്കടം പറയുകയാണ്. എന്താ കാരണം, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അവന് ഫുഡ് കിട്ടായിക്കോ സ്കൂളിൽ പോവായിക്കോ ഒന്നുമില്ല. പക്ഷേ അച്ഛനോട് സംസാരിക്കുമ്പോൾ അച്ഛൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. വെച്ചാൽ ചേട്ടനും വീട്ടിലത്തെ ജോലികൾ പെട്ടെന്ന് ചെയ്യാനും, അന്ന് അമ്മയും അച്ഛനൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും അവർക്ക് പ്രായമായതല്ലേ. അപ്പോൾ ചേട്ടന് കുറേ ഉത്തരവാദിത്തങ്ങൾ കൂടി. അപ്പോൾ ചേട്ടന് മക്കളെ ശ്രദ്ധിക്കാൻ നേരമില്ല. പക്ഷേ മക്കൾക്ക് ഞാനും മൈൻഡ് ചെയ്യാൻ ഞാൻ അവിടെയുള്ളൂ. ഞാനും എൻ്റെ അമ്മ ഇത്തിരി ചെറുപ്രായത്തിലാണ് മരിച്ചത്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കും ഇത്തിരി അധികം സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ഇവരെ പറ്റിയും അങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് എനിക്ക് ചിന്തിക്കാനൊന്നും അപ്പോൾ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഒരു 10 ദിവസമായപ്പോൾ അമ്മ എന്നാ വരിക അമ്മേ, എനിക്ക് കുറേ സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ തന്നു, അതൊക്കെ വാങ്ങിക്കണം, ഇന്ന ഫുഡൊക്കെ കഴിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ വിളിച്ചു കേട്ടോ. വെച്ചാൽ അവരിവിടെ നിന്ന് സ്കൂളിൽ പോവാണ്. ഇപ്പോൾ അമ്മ വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞു, ഡിഗ്രിക്ക് തന്നെയാണ് പഠിക്കുന്നത് കേട്ടോ. എന്നാൽ കൂടി ഭയങ്കര വിഷമമായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ അവന് തുറന്ന് സംസാരിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. അച്ഛൻ അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, ബാക്കി ആരും അവനങ്ങനെ തുറന്ന് സംസാരിക്കാൻ ഈ വീട്ടിലാരും ഉണ്ടായിരുന്നില്ല, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു അവൻ ആ സങ്കടം വന്നിരുന്നത്. അതൊന്നും വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു. പക്ഷെ അവൻ ഭയങ്കര സങ്കടത്തിൽ കണ്ണൊക്കെ നിറഞ്ഞിട്ടായിരുന്നു അവനന്ന് എന്നെ ഫോൺ വിളിച്ച് സംസാരിച്ചത് കേട്ടോ.
അപ്പോൾ അത് ഞാനിപ്പോൾ എൻ്റെ മക്കളുടെ ഉദാഹരണം പറയുന്നത് കേട്ടോ, പറയണമെന്നുള്ളൂ, എനിക്ക് അങ്ങനെയല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാനുള്ളത്, ഒരു പ്രോബ്ലം വന്നാൽ സോൾവ് ചെയ്യാൻ പഠിപ്പിക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഒരു പ്രായത്തിൽ എന്ന് പറയുന്നത്. വെച്ചാൽ അവർ കുഞ്ഞു കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. അപ്പോൾ അതൊരു കുഞ്ഞു കാര്യമാണ് എന്നുള്ളത് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തണം ഈ പ്രായത്തിലൊക്കെ കേട്ടോ. ഏത് പ്രായമായാലും നമുക്ക് നമ്മുടെ ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുന്നത്, എനിക്ക് ഞാൻ കല്യാണം കഴിഞ്ഞാലും എൻ്റെ അമ്മയുടെ കാലം കഴിയണ വരെയും എനിക്ക് എന്തെങ്കിലും ഒരു സങ്കടം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അമ്മേനെ വിളിച്ച് ഫോൺ ചെയ്ത് കുറച്ചധികം നേരം ഇരുന്ന് സംസാരിച്ചാലോ, ചിലപ്പോൾ സംസാരിച്ചാലും സങ്കടം തരില്ല. ഒരു ദിവസം പോയി അമ്മയുടെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ആ സങ്കടം എനിക്ക് ഭയങ്കരമായിട്ട് മാറണ പോലെ തോന്നും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ മക്കൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ പെൺപിള്ളേരാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയല്ല, ആൺമക്കൾക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് തുറന്ന് സംസാരിക്കുകയോ ഒന്ന് കെട്ടിപ്പിടിക്കുകയോ ഒക്കെ ചെയ്യണം. അപ്പോൾ എന്ത് കാര്യത്തിനും അത് ഒരു പ്രോബ്ലം വന്നാൽ സോൾവ് ചെയ്യാൻ അവരുടെ മനസ്സിന് ശക്തി ഉണ്ടാക്കി കൊടുക്കണം. അത് ഏറ്റവും നല്ലത് നമ്മൾ അനുഭവിച്ച കുറേ സങ്കടങ്ങൾ ഉണ്ടാവുമല്ലോ, ഏതൊരാളുടെ ജീവിതത്തിലുണ്ടാവും, അതൊക്കെ പറയാന്നുള്ളതാണ്. അപ്പോൾ അത് പറയേണ്ട സമയം എന്ന് പറയുന്നത് +2 വരെയോ 10ാം ക്ലാസ് വരെയോ ഒക്കെ പറ്റുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റില്ല. പിന്നെ ചെറിയ രീതിയിലേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ അമ്മയുടെ പഴങ്കഥ എന്ന് തോന്നും അവർക്ക് കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും പറ്റില്ല. പിന്നെ നമ്മൾ ഹൈടെക് ആയിട്ട് പറയേണ്ടി വരും. ഇപ്പം ഞാൻ ഓഫീസിലത്തെ ഇപ്പോൾ അവിടെ കുറേ പിള്ളേർ വരും ജോലിക്കായിട്ട് കേട്ടോ. അപ്പോൾ അവരുടെ വീട്ടിലത്തെ അനുഭവങ്ങളും അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളും ഒക്കെ നമ്മളോട് പറയുമല്ലോ. അപ്പം ഞാനതൊക്കെ ഇവരോട് വന്ന് പറയും. അപ്പോൾ അവർക്കുണ്ടായ പ്രശ്നങ്ങളായാലും അവർക്കുണ്ടായ ഭാഗ്യമായാലും ഒക്കെ ഞാൻ അവരോട് പറയും. അവരെന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒക്കെ അങ്ങനെ ഉദാഹരണമാകുമ്പോൾ പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അല്ലാണ്ട് നമ്മളൊരു യൂട്യൂബിൽ ഒരു വീഡിയോ തുറന്ന് കാണിച്ചുകൊണ്ടൊന്നും അവർക്ക് അത്രയ്ക്ക് കാര്യം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ അവിടെ കടയിലൊരു ചേട്ടൻ വന്നിട്ട് ആ ചേട്ടൻ്റെ കാര്യം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കടയിലൊരു ചേട്ടൻ വന്നു ആ ചേട്ടൻ ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ നേടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ അവർക്കതൊരു ശ്രദ്ധ പലപ്പോഴും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ കുറേ അധികം സംസാരിച്ചോന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പോയിന്റ് ഇട്ട് പറയുക എന്ന് പറയാന്ന് വെച്ചാൽ മക്കളെ ഫ്രണ്ട്സാക്കി വെക്കുക, അവർക്കൊരു റൊട്ടീൻ ഉണ്ടാക്കി കൊടുക്കുക. അതിന് റൊട്ടീൻ ഉണ്ടാക്കി കൊടുത്തു എന്ന് വെച്ചിട്ട് അവരത് എപ്പോഴും പാലിക്കണമെന്നില്ല. എന്നാലും നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. പരമാവധി വാശി പിടിക്കരുത്, പരമാവധി അങ്ങനെ ഇതാക്കി കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ മാതിരി എന്തും ഒരു തെറ്റ് ഒരു തോൽവി സംഭവിച്ചാൽ അതിൽ നിന്ന് പഠിക്കാനായിട്ട് പഠിപ്പിക്കുക, എന്ത് പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോരുത് കേട്ടോ. എൻ്റെ ചാനൽ ഗ്രോത്ത് ആവാൻ അത് ഭയങ്കരമായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഈ പ്രായമുള്ളവർക്കൊക്കെ ഏകദേശം എൻ്റെ ഈ പ്രായമുള്ള മക്കൾ തന്നെയാണ് ഉണ്ടാവുക, ഏറെക്കുറെയൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഈ വീഡിയോ ഒന്നും കൊണ്ട് കാണിച്ചു കൊടുക്കരുത് കേട്ടോ. ഈ വീഡിയോ കാണിച്ചു കൊടുത്താൽ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല, അവരത് കേൾക്കില്ല. അപ്പോൾ അത് അവരുടെ അമ്മേരെ അല്ലെങ്കിൽ അവരുടെ അമ്മ ഫ്രണ്ട്സായിട്ട് അല്ലെങ്കിൽ അച്ഛൻ ഫ്രണ്ട്സായിട്ട് പറയുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് പറയണത് ഏറ്റവും കൂടുതൽ അവർക്കിപ്പോൾ ഈ ഒരു പ്രായത്തിൽ ടീനേജ് പ്രായത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുക ഫ്രണ്ട്സിനെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളും ഫ്രണ്ട്സായിട്ടിരിക്കുക. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നത്. അപ്പോൾ ഇനി തിങ്കളാഴ്ച നല്ലൊരു അടിപൊളി വീഡിയോ ആണ് വരുന്നത്, കാണാൻ മറക്കരുത്. കൂട്ടുകാർ പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.